ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോകിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ ദേഷ്യത്തിൽ ജാമ്യം എടുക്കുന്നുള്ള വാശിയിൽ അനന്തനും അച്യുതനും ഒരു വക്കീലും കൂടെ ചേർന്ന് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി അലോകിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അച്യുതൻ ആകെ പാടെ പേടിച്ച് വിറച്ച്, എന്താടാ മോനെ നീ ഇങ്ങനെ നിൽക്കുന്നത്, നിന്നെ പോലീസുകാർ തല്ലിയോ എന്നൊക്കെ ചോദിക്കുക. അലോക് ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വക്കീലിനോട് പറയാം, കണ്ടോ അവനെ ഇടിച്ച് ചതച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഒറ്റ അക്ഷരം മിണ്ടാത്തത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല വക്കീലെ, ഈ പോലീസിനെതിരെ ആക്ഷൻ എടുക്കണം. പിന്നെ നമുക്ക് എത്രയും വേഗം അലോകിനെ ഇവിടെ നിന്ന് ഇറക്കുകയും വേണമെന്ന് പറയാം. ആ നേരത്ത് പോലീസ് അങ്ങോട്ട് വരുക കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്താ സംസാരം? നിങ്ങൾ എൻ്റെ മോനെ ഇടിച്ച് ചതച്ചു അല്ലേ? പിന്നെ നിങ്ങളുടെ മോനെ ഞാൻ ഇവിടെ എന്തിനാ പൂജിക്കാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലീസ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതെ ഞങ്ങൾ ഈ പയ്യന് വേണ്ടിയിട്ട് ജാമ്യം എടുക്കാണ്ട് വന്നതാണ്, എത്രയും വേഗം അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി തരണം. ഇല്ല സാർ, അത് നടക്കാൻ പോകുന്നില്ല, ഇവനെതിരെ FIR ഇട്ടു, അതുകൊണ്ട് ഇനി കോടതിയിൽ ചെന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ മോനെ പുറത്തിറക്കണമെന്ന് അച്യുതൻ. ഒരു തെറ്റും ചെയ്തില്ല, പാവം ഉള്ള കുട്ടിയാണല്ലോ, ഒരു പെങ്കൊച്ചിനെ മാനസികമായി പീഡിപ്പിച്ച് അവരുടെ ജീവിതം തൊലച്ചിട്ട് നിൽക്കുന്നു, എന്നിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ പെൺകുട്ടി നല്ലൊരു കുട്ടിയായതുകൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ അവളെ എന്നെ ആത്മഹത്യ ചെയ്തതന്നെ ഈ ഒരു സംഭവത്തിൽ എന്നൊക്കെ പോലീസ് അച്യുതനോട് പറയാട്ടോ. അച്യുതന് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് വക്കീലിനോട് വീണ്ടും പറയാണ് നമ്മുടെ പോലീസ്, സാർ എന്തായാലും നമ്മൾ FIR ഇട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയി ജാമ്യം എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കോടതിയിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ചെയ്യാം. അത് ശരി, അങ്ങനെയാണെങ്കിലേ താൻ ഞങ്ങളെ പേടിപ്പിക്കില്ലേ, ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് തന്നെ നേരിട്ട് ചെല്ലും എന്നും പറഞ്ഞിട്ട് അവൻ പിന്നെ വാ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അച്യുതനും സമാധാനിക്കാണ്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് എടുക്കാമെന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലാണ്. അവിടെ മജിസ്ട്രേറ്റിനോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്ത FIR കംപ്ലീറ്റും വായിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പോലീസിനോട് പറയുകയാണ്, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ഇവൻ ആൾ പുലിയാണല്ലോ, കൊള്ളാലോടാ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ മാറിയെന്ന് പറയാം, സാറേ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ വിവരിച്ചിട്ടുണ്ട്, ഞാനതെല്ലാം വായിച്ചിട്ടുമുണ്ട് സാർ. അത് ആ പെൺകുട്ടിയാണ് ഇതൊക്കെ ചെയ്തതും തെറ്റ് ചെയ്തതും ഇവനെതിരെ കേസ് കൊടുത്തതും. അത് ശരി. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, സാറേ ഇത് അങ്ങനെയൊന്നുമില്ല, ഇവൻ ആ കൊച്ചിനെ ശരിക്കും മാനസികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിന് അച്യുതൻ വീണ്ടും ഇടയിൽ കയറുന്നു പറയണ്ട, അതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവളാണ് എൻ്റെ മകന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തത്. അവൾ കല്യാണം കഴിഞ്ഞ് ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അവൾ ഇവനെ ചതിക്കുക ചെയ്തതെന്ന് പറയാം കേട്ടോ. അതിനിടയ്ക്ക് അലോക് മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മതിയടോ, തൻ്റെ തെറ്റ് ചെയ്തതെല്ലാം ഇതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്നാലും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയോ തന്നെ പോലെ ഒരുത്തൻ ഇങ്ങനെയൊക്കെ ഇനി ഇത് ചെയ്തത് തന്നെ വലിയൊരു തെറ്റാണെന്നൊക്കെ മജിസ്ട്രേറ്റ് പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ജാമ്യം വേണമെന്ന് നിർബന്ധപൂർവ്വം അവിടെ നിന്നുകൊണ്ട് അച്യുതൻ പറയാൻ കേട്ടോ. പോലീസ് മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, സാർ ഇവന് ഇപ്പോൾ ജാമ്യം കൊടുത്ത് പുറത്തിറക്കിയാൽ ഇവൻ കേസ് തെളിവിനുള്ള എല്ലാം ഇതും നശിപ്പിക്കാനുള്ള ഇടയുണ്ട്, അതുകൊണ്ട് ഇവനെ പോലുള്ളവനിക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അത് ചില ശരിയാണെന്ന് മജിസ്ട്രേറ്റിന് തോന്നുക കേട്ടോ. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളിനിയിപ്പം കോടതി പോയാലും ഇത് ജാമ്യം അനുവദിക്കുന്ന ഒരു കേസല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ എന്തായാലും ജാമ്യം റദ്ദാക്കുകയാണെന്നും പറഞ്ഞ് അതിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ. 14 ദിവസത്തേക്ക് ഞാൻ റിമാൻഡ് ചെയ്യുകയാണ്, സ്റ്റേഷനിൽ പോലീസ് ജയിലിൽ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. അയ്യോ, അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ച് പോവുക കേട്ടോ. നമ്മുടെ അച്യുതനാകെ തകർന്നു പോയി. മകനെന്ന് പറഞ്ഞാൽ അയാളെ ജീവനാണല്ലോ. ഇവിടെ അനുമോളാണെങ്കിലേ വീട്ടിലെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ്. കാരണം അലോകിന് ജാമ്യം കിട്ടി, ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അനുമോളുടെ കാര്യം പോക്ക, ദേവമംഗലത്തെ എല്ലാവരുടെ കാര്യം പോക്ക. അത് അനുമോൾക്ക് നല്ലപോലെ അറിയാം. ഇവൻ്റെ ഈ ടോർച്ചറിങ്ങൊക്കെ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണല്ലോ അനുമോൾ. അങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷനായിരിക്കുന്ന സമയത്ത് ഗോമതി വരികയാണ്. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ എന്നൊക്കെ പറയുകയാണ്. അവസാനം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, ഒന്നിനും അനുമോൾ എണീറ്റ് ചെല്ലുന്നില്ല, ആകെ വിഷമം. അങ്ങനെ നമ്മുടെ ഗോമതി വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ സത്യം പറ, നീ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം അനുമോൾ പറയണമേ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അലോക് അടങ്ങിയിരിക്കില്ല, അലോക് ഇന്ന് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും, അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. ഇതും കേട്ടും കൊണ്ട് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആര്യനും ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഗോമതി കാര്യമൊക്കെ ആര്യനോട് പറയുകയാണ്. അപ്പോൾ ആര്യൻ ചെന്നും പറയുന്നുണ്ട്, മോളെ ഒന്നും പേടിക്കാതെ, ഏട്ടന്മാരിവിടെ ഇരിക്കില്ലേ, നീ എന്തിനാ പേടിക്കണേ, അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നാൾ അവനെ ഇടികിട്ടിയത് നീ കണ്ടല്ലേ, അതുപോലെ ഞങ്ങൾക്ക് നല്ല കൊടുക്കാൻ അറിയാം, നിന്നെ ഒന്നും ചെയ്യില്ല, എൻ്റെ കുടുംബത്തിലുള്ളവരെയും എന്നെ ഒന്നും ചെയ്യത്തില്ല ഏട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അവൻ്റെ സ്വഭാവം
സ്വഭാവം അനുസരിച്ച് അവൻ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ആര്യൻ ചേട്ടനെ തന്നെയാവും. ആ അതാണോ നിൻ്റെ പേടി? അങ്ങനെയുള്ള പേടിയൊന്നും എൻ്റെ മോൾക്ക് വേണ്ട കേട്ടോ. അവൻ ഇന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലല്ലേ ഉള്ളൂ. നീ സമാധാനമായിട്ട് ഇരിക്കുക. എന്തായാലും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ബാലേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ബാലിനെ വിളിക്കാട്ടോ. അപ്പം ബാലനായിട്ട് സംസാരിക്കുന്നുണ്ട്. അനുമോൾക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ്. ബാലേട്ട എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ ആകെ മാനസികമായി തകർന്നു പോകും. അവൾക്ക് അലോക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് നല്ല പേടിയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ബാലൻ അവിടുന്ന് പറയാനുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, സ്പീക്കർ ഫോണിലിട്, ഞാൻ സംസാരിച്ചോളാന്ന്. അങ്ങനെ സ്പീക്കറിലിടുക കേട്ടോ. അനുമോളെ വിളിച്ച് അടുത്തിരുത്തുകയാണ്. മോളെ എന്തിനാ നീ വിഷമിക്കണേ? ഒന്നും പേടിക്കണ്ട, അച്ഛൻ ഇവിടെ ഇല്ലേ, ഏട്ടന്മാരെല്ലാവരും ഉണ്ടല്ലോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. പിന്നെ വക്കീൽ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അലോകിന് ഇന്ന് ജാമ്യം കിട്ടിയിട്ടില്ല. 14 ദിവസം അവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആര്യൻ അങ്ങ് ചിരി വരുക കേട്ടോ. ആര്യനും ഗോമതിക്കൊക്കെ സമാധാനമാവണം. അങ്ങനെ സമാധാനിപ്പിച്ച് ഫോൺ വെക്കുകയാണെങ്കിലും നമ്മൾ അനുമോളുടെ മനസ്സ് തെളിയുന്നേ ഇല്ല. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താ അടി ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ ആര്യൻ ചേട്ടാ, ഇനിയാണ് പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. അവനെ റിമാൻഡിൽ ജയിലിലടച്ചു. ദൈവമേ, അപ്പുറത്ത് എല്ലാവരും അടങ്ങിയിരിക്കുമെന്നാണോ വിചാരം? നീയൊന്നും പേടിക്കണ്ട, അങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും പറയാട്ടോ ആര്യം. ഇത് കഴിഞ്ഞ് കൃഷ്ണമംഗലത്താണെങ്കിലോ രാജശ്രീ ഇങ്ങനെ കാറ്റ് നിപ്പുണ്ട് കേട്ടോ. കാരണം ജാമ്യം എടുക്കാൻ പോയി അച്ചുവേട്ടനെ അനന്തേട്ടനെ ഒന്നും കണ്ടില്ലല്ലോ ഈശ്വര. ഇനിയിപ്പം ഈ ടെൻഷൻ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഇന്ദിരാമ്മയോട് പറയാണ്, അമ്മേ ഇതുവരെ അവരെ കണ്ടില്ലല്ലോ. എടാ ധർമ്മ, നീ എന്തിനാണ് ഇവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കണേ? നീ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്ക്. ഞാൻ പലതവണ വിളിച്ചല്ലോ, സമാധാനപ്പെട്, അവരിനിയിപ്പോൾ വരും, ചുമ്മാ കിടന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞുണ്ട് അച്യുതൻ വരുന്ന പാടെ രാജശ്രീ ഓടിച്ചില്ല. അയ്യോ അച്ചുവേട്ടാ, എൻ്റെ അലോക് ഇവിടെ, അലോകിനെ കണ്ടില്ലല്ലോ, എന്താ കാര്യം പറ. അച്യുതൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ ഡൈനിങ് ടേബിളിലേക്ക് പോയി ഒരൊറ്റ ഇരിപ്പാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി, തലയിൽ കൈയും വെച്ചും കൊണ്ട്. അയ്യോ, അത് കാണുമ്പോൾ രാജശ്രീയും ധർമ്മനും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? എന്നാ അച്ചുവേട്ടാ, കാര്യം പറ, എന്തിനാ അച്ചുവേട്ടൻ ഇങ്ങനെ നിലവിളിക്കുന്നത്? സത്യം പറ. എടി രാജശ്രീ, നമ്മുടെ മോനെ പോലീസ് കൊണ്ടുപോയി, അവനെ ജയിലിലടച്ചു, റിമാൻഡ് ചെയ്തു. അയ്യോ എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കാൻ തുടങ്ങിയിട്ടോ. അയ്യോ എന്താ ഈ പറയണത്? അവനെ ഇറക്കാൻ പറ്റിയില്ലേ? ഇല്ല, അനുമോളുടെ ആ ഒരു കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു, കൊടുത്ത മൊഴിയെല്ലാം സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് അവനെ ഇറക്കിക്കൊണ്ട് വരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, റിമാൻഡിലാക്കിയിട്ടുണ്ട്. ദൈവമേ, എന്ത് ചെയ്യാനാ? ഇവള് ദുഷ്ട, അവളല്ലേ എൻ്റെ മോനെ അബദ്ധത്തിലാക്കിയത്. സ്വന്തമായിട്ട് കഴുത്തിൽ താലി എടുത്ത് കെട്ടി ഈ വീട്ടിൽ വന്ന് എൻ്റെ മോനെ എന്തൊക്കെ ദ്രോഹം ചെയ്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അച്ചുവേട്ടാ, ഇതൊന്നും അവിടെ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അവസാനം നമ്മുടെ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കാതെ രാജശ്രീ, ഒന്ന് അടങ്ങുക. അപ്പുറത്തുള്ളവരെ കുറ്റം പറയുന്നതിന് മുന്നേ അവൻ നമ്മുടെ മകനൊക്കെ തന്നെ, പക്ഷെ അവൻ എന്തൊക്കെ ദ്രോഹമാണ് ചെയ്തത് അത് നീ ചിന്തിച്ചോ? എനിക്കിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ മോനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ധർമ്മനും ആകെ തകർന്നു പോയിട്ടോ. ഇങ്ങനൊരു സംഭവം തീരുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ. അപ്പം രാജശ്രീ കട്ടക്കാലിപ്പില്ലാട്ടോ. അവരാണെങ്കിലേ ദേഷ്യം കൊണ്ടിട്ട് അവർക്ക് അപ്പം തന്നെ അപ്പുറത്തേക്ക് പോകണം, എന്നിട്ട് അനുമോൾക്ക് കുറേ കൊടുക്കണം, അനുമോളെ പിടിച്ചിട്ട് കൊല്ലണം, എന്തൊക്കെയോ അവർക്ക് ദേഷ്യം. സ്വന്തം മകനെ ജയിലിലാക്കിയതുകൊണ്ട് അവിടുന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങി ദേവമംഗലത്തേക്ക് പോവാട്ടോ. എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ അച്യുതൻ പിടിച്ച് നിർത്താണ് രാജശ്രീനെ. എന്നിട്ട് പറയാം, രാജശ്രീ നിന്ന് അടങ്ങ്, ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുക, ഈ സമയത്ത് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയാൽ നമ്മുടെ മോന് ഒരിക്കലും ജാമ്യം കിട്ടത്തില്ല, അതുകൊണ്ട് കുറച്ച് നമ്മൾ അടങ്ങണം, നീ അതുവരെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഇതിൽ ഹിയറിങ്ങിൽ ഉറപ്പായിട്ട് അവന് ജാമ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രയും ദിവസം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് വീണ്ടും ദോഷം ഉണ്ടാവും. ഇല്ല അച്ചുവേട്ടാ, ഞാൻ സമാധാനിക്കത്തില്ല, അവൾ ഒറ്റ ഒരുത്തിയാണ്. ആ ദേവമംഗലത്തുള്ള എല്ലാവരും ഇത് ഇപ്പം അറിഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. ആ സന്തോഷം ഞാൻ തീർക്കും, ഞാൻ എല്ലാത്തിനെയും കൊല്ലും, ഞാൻ തീർക്കും. ഇനി സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു തലമുടിയെല്ലാം പിച്ചിപ്പറിച്ച് ആകെ പ്രാന്തെടുത്ത് നമ്മുടെ ധർമ്മൻ്റെ അടുത്തേക്ക് വിട. എടാ ധർമ്മ, എങ്ങനെയാടാ അവനക്ക് അലോകിനെ പുറത്തിറക്കണ്ടേടാ, അമ്മേ നമുക്ക് ഇറക്കണ്ടേ അവനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പലരോടും ഇങ്ങനെ പ്രാന്ത് പിടിച്ചതുപോലെ രാജശ്രീ. കാരണം രാജശ്രീക്ക് അലോക് എന്ന് പറഞ്ഞ ജീവനാണല്ലോ. സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും മക്കൾ ജീവനാണെന്ന് അവർ ചിന്തിക്കണില്ലല്ലോ. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നം കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ രാജശ്രീ അടക്കി നിർത്തിയിട്ട് പറയാനുണ്ട്, നീ സമാധാനപ്പെട്ട് കുറച്ച് ദിവസം മതി, നമ്മൾ അടങ്ങിയിരുന്നാൽ മതി, അത് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാം നമുക്ക്, നമ്മുടെ മകന് വേണ്ടി നീ ഇപ്പം സമാധാനപ്പെട്ടേ പറ്റുള്ളൂ എന്ന് അച്യുതൻ പറയാട്ടോ. അങ്ങനെ അതൊരു വിധം ഒന്ന് അടങ്ങുന്ന സമയത്ത് നമ്മുടെ
ആര്യനാണെങ്കിൽ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമ്മുടെ അനുമോളാകെ തകർന്നു പോകും. ഒന്നാമത് ഇപ്പം അനുമോളെ തിരിച്ച് ഈ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവൾ വീണ്ടും മാനസികമായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ പാടില്ലല്ലോ, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമ്മുടെ ആര്യൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മീനാക്ഷീനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞും നമ്മുടെ ആനന്ദിനെയും ആകാശിനെയൊക്കെ ഫോണിൽ വിളിച്ച് കാര്യം പറയാം. ഇവരെല്ലാവരുടെ ഗ്യാങ്ങായിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ആര്യം വന്ന് നമ്മുടെ അനുമോളെ കൂട്ടിക്കൊണ്ട് പോവുക. അനുമോൾ ചോദിക്കുന്നുണ്ട്, ആര്യം ചേട്ടാ എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കുക, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് വേഷം പോലെ മാറാൻ സമ്മതിക്കാണ്ട് നിർബന്ധി വിളിച്ചുകൊണ്ട് പോവാട്ടോ. അനുമോൾ പലതവണ ചോദിക്കുന്നുണ്ട്, ആര്യം ചേട്ടാ എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്, കാര്യം പറ, അതൊന്നും നീ അറിയണ്ടാന്ന്. എന്നിട്ട് നേരെ ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോകാട്ടോ. അവിടെ പോയി ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടെ എനിക്ക് കൊണ്ടുവന്നത്, ഇവിടെ ആരെ കാണാനാ ചേട്ടാ, നിന്നെ കാണാനായിട്ട് ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ നമ്മുടെ അനുമോൾ നല്ല വരണ്ട് നിൽക്കുക കേട്ടോ, എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരം. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഗ്യാങ് എന്ന് പറയുന്നത് മീനാക്ഷിയും ഇത്രയും ആനന്ദും ആകാശും ഒക്കെ കേട്ടോ. അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ അനുമോൾ അങ്ങ് ചിരിക്കുകയാണ്. എന്തിനാ ഇവരെല്ലാവരും, എന്താ എല്ലാവരും കൂടെയും ചോദിക്കുമ്പോൾ മീനാക്ഷി വന്ന് പറയുന്നുണ്ട്, ശരിക്കും പേടിച്ചില്ലേ നീ, ഇവ നല്ല പേടിപ്പിച്ചില്ലേ, നിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റി ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമുക്കിന്ന് കുറച്ച് ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിക്കാം കേട്ടോ, നിൻ്റെ മനസ്സ് അല്ലാണ്ട് വേദനിച്ചിരിക്കുകയല്ലേ, എന്താ പ്ലാൻ? ആദ്യം നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നു, സിനിമ കഴിഞ്ഞ് ബീച്ചിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് വയറിന് വെച്ച് ഫുഡ് അടിക്കുന്നു, അടിച്ച് പൊളിച്ച് ഇന്നത്തെ ദിവസം കഴിയുന്നു, നിൻ്റെ മനസ്സൊന്ന് ശരിയായി വരണം, അത്രയും നമ്മൾ തീരുമാനിക്കണുള്ളൂ. അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ആര്യം പറയുന്നുണ്ട്, എന്നിട്ട് ഇവളുടെ മനസ്സെന്താ തെളിയാത്തേ, ഇവളെന്താ വല്ലാണ്ട് നിൽക്കുന്നത്, അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആര്യനാണെങ്കിൽ നമ്മുടെ അനുമോളെ പിടിച്ച് ഇവരുടെ അടുത്തേക്ക് അങ്ങ് തള്ളിയിട്ടുള്ളൂ കേട്ടോ. ഇവരെല്ലാവരും കൂടെ നമ്മുടെ അനുമോളിനെ ഇക്ലിയാക്കി കൊടുക്കുകയാണ്. അനുമോൾ അവിടെ കിടന്ന് ചിരിച്ച് രസിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത് ഒരു പാട്ടാണ്. ആ പാട്ടിൽ കൂടെ അവർ ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക കേട്ടോ. പാട്ടും ഡാൻസും കൂത്തും സിനിമയും ഐസ്ക്രീമും ഫുഡും ഒക്കെ ആയിട്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്